നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. രേവതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഈ വർഷം വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സൂചനകൾ അനുസരിച്ച് നിങ്ങൾ ഈ വർഷം ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും അതെല്ലാം തന്നെ സാമ്പത്തിക വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. ജൂൺ മധ്യം മുതൽ ഓഗസ്റ്റ് പകുതി വരെ നിങ്ങൾക്ക് സൃഷ്ടിപരമായുള്ള വളരെ ആഴത്തിലുള്ള പ്രചോദനങ്ങൾ ലഭിക്കുന്നതായും ഭാവന, മനസ്സിലാക്കൽ, വൈകാരിക അവബോധം എന്നിവയ്ക്കുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്. ആകർഷകമായ വ്യക്തികളെ കണ്ടുമുട്ടുന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള വൈകാരിക ഭാവം അനുഭവിക്കുന്നതായും കാണുന്നു. തൻ്റെ സമഗ്രമായ വിലയിരുത്തലൂടെ ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നൽകുന്നത് പരിഗണിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓഗസ്റ്റിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടേക്കാം. നിങ്ങളെ പിന്നീടുള്ള ജീവിതത്തിൽ അകമഴിഞ്ഞ് സഹായിക്കുകയും ക്ഷേമ, ഐശ്വര്യ, അഭിവൃദ്ധികളിലേക്ക് നയിക്കുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചേക്കാവുന്ന സമയമാണിത്. ഇനി ജോലിക്കാരാണെങ്കിലോ വർഷം അവസാനിക്കുമ്പോൾ അധികാര ചലനാത്മകത കാരണം ചില സഹപ്രവർത്തകരുമായി നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നേക്കാം. എന്നിരുന്നാലും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തുന്നത് ഗണ്യമായ വികസനത്തിന്, തുടർന്നുള്ള സന്തോഷകരമായ ജീവിതത്തിനും വഴിയൊരുക്കുന്നതാണ്. പ്രധാന ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചേക്കാം. അതിനാൽ വിശാലമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. സാരാംശത്തിൽ നിങ്ങളുടെ പ്രൊഫഷണൽ പരിതസ്ഥിതിയിലെ അനാവശ്യമായ പ്രശ്നങ്ങളെ മറികടക്കുവാൻ നിങ്ങളുടെ വൈകാരിക പ്രതികരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നർത്ഥം. അതിനായി ദൈവാനുകൂലം നിലനിർത്തുകയും തങ്ങളുടെ പെരുമാറ്റത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും വേണം. ഈ വർഷം
വളരെ കാര്യക്ഷമവും മാനസികമായി പ്രതിഫലദായകവുമായ ഗുണഫലങ്ങൾ നേടുന്നതിന് നിരന്തരം കഠിനാധ്വാനം ചെയ്യേണ്ടത് നിർണായകമാണ്. ഗ്രഹങ്ങളുടെ പിന്തുണ നിങ്ങളുടെ വിജയത്തിനും സമ്പത്തിനും ഉറപ്പ് നൽകുന്നു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുരോഗതിയിലേക്കുള്ള വളരെ വലിയ പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെ ഇടയാക്കുന്നതായി കാണാം. ഇത് തുടർന്നുള്ള തങ്ങളുടെ ബിസിനസ് വളർച്ചയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് തിരികൊളുത്തുന്നതാണ്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അടുത്ത ഫെബ്രുവരി മാസത്തോടെ തന്നെ ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങളിലെല്ലാം തന്നെ മന്ദഗതിയിലുള്ള പുരോഗതിയായി തോന്നുന്നത് വാസ്തവത്തിൽ പുരോഗതി തന്നെയാണെന്നും അതെല്ലാം തന്നെ നിങ്ങളെ ക്രമാനുഗതമായി സ്ഥിരമായ അഭിവൃദ്ധിയിലേക്കാണ് നയിക്കുക എന്ന പ്രതീക്ഷയോടെ ഇരിക്കണമെന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ആദ്യ മാസങ്ങൾ മുതൽ മെയ് ആദ്യപാദം വരെ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ വർഷം മധ്യത്തോടെ തന്നെ മെച്ചപ്പെടുന്നതായാണ് സൂചന നൽകുന്നത്. അവിവാഹിതനാണെങ്കിൽ പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു. ആദ്യത്തെ 3 മാസങ്ങളിൽ നിങ്ങൾ വിവിധ തരത്തിലുള്ള വിനോദങ്ങളിൽ മുഴുകിയിരിക്കാം. ഈ വർഷത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായോ എതിർലിംഗത്തിലുള്ള ഒരു സുഹൃത്തുമായോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ബന്ധങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ ഒരു നിമിഷം എടുക്കുക. നിങ്ങൾ ഒരു വിവാഹത്തിലാണെങ്കിൽ പൊതുവായ ധാരണയോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും വർഷം പൊതുവെ നിങ്ങളുടെ വിവാഹ കുടുംബ ബന്ധങ്ങൾക്ക് നല്ല സമയമായിരിക്കും. ഇനി വിവാഹിതരാണെങ്കിൽ ജീവിത പങ്കാളിയുമായി ഒത്തൊരുമിച്ചുള്ള സന്തോഷകരമായ, തികച്ചും സംതൃപ്തിദായകമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതായി കാണുന്നുണ്ട്. സന്താനഭാഗ്യം, സന്താന ശ്രേയസ്, ഗുണാഭിവൃദ്ധി എന്നിവ കാണുന്നു. സഹോദരർക്കും പിതൃഭാവത്തിലിരിക്കുന്നവർക്കും ഗുണഫലാർഹമായ നേട്ടങ്ങൾ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ, മുൻപില്ലാത്ത വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ വർഷം വന്നു ചേരുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇനി ആതുര ശുശ്രൂഷ, മറ്റു അവശ്യ സേവന രംഗങ്ങൾ, ബാങ്ക്, സാമ്പത്തിക മേഖല എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണപരമായ, സമൃദ്ധിദായകമായ ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയാം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഓഗസ്റ്റ് അവസാന പാദങ്ങൾ വ്യക്തിപരമായ ബന്ധങ്ങളിൽ സംശയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും നിമിഷങ്ങൾ പ്രദാനം ചെയ്തേക്കാം. അതിനാൽ അല്പം ജാഗ്രത പാലിക്കുന്നത് ഗുണം ചെയ്യും. ഇനി മോട്ടോർ വാഹനങ്ങൾ, സ്പെയർ പാർട്സുകൾ, നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവർക്ക് ഓഗസ്റ്റ് ആദ്യം മുതൽ തന്നെ വളരെ വലിയ നേട്ടങ്ങളുടെ കാലമാണെന്ന് കാണുന്നു. ഈ വിഷുദിനം മുതൽ തന്നെ ഇവരിലെല്ലാം തങ്ങളുടെ മേഖലകളിൽ വൻപിച്ച പുരോഗതിയും അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കുന്നതായാണ് തെളിയുന്നത്. സിനിമ, രാഷ്ട്രീയം, ജല, കാർഷിക രംഗങ്ങളിൽ പുതുതായി പ്രവേശിക്കുന്നവർക്കും ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത്യപൂർവങ്ങളായ നേട്ടങ്ങൾ ആണ് ഈ വർഷം കൈവരുന്നത്. അളവറ്റ രീതിയിലുള്ള സമ്പത്ത്, ഭൂമി വസ്തുക്കളായുള്ള സുദീർഘകാല നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുന്ന സമയമാണ് ഇതെന്ന് പറയാം. ഈ വരുന്ന മേടം 10 മുതൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഗുണഫലങ്ങളും നിങ്ങളെ തുടർന്നു വരുന്ന സമയങ്ങളിൽ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ മുന്നേറുന്നതിന് വഴി തെളിയിക്കുന്നു. സെപ്റ്റംബർ പകുതിയോടെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ ഒരു സ്ഥാനം ലഭിക്കുന്നു. ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങൾ കാരണം ഇത് നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുകയും
മുൻകാല നിക്ഷേപങ്ങളോ സംരംഭങ്ങളോ നന്നായി ഫലം നൽകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അനുകൂല ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ നൽകുന്നു. കൂടാതെ നിങ്ങളുടെ ദൃഢനിശ്ചയം ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതായി കാണുന്നു. സാമ്പത്തിക കരാറുകൾ ഉണ്ടാക്കുന്നതിലും കരാറുകളിൽ ഒപ്പിടുന്നതിനും വർഷത്തിൻ്റെ മധ്യം അനുയോജ്യമായ സമയമാണ്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും അവ കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ജാഗ്രത പാലിക്കുന്നത് അത്യുത്തമം ഫലാർഹം. നിങ്ങളുടെ തന്ത്രപരവും വേഗത്തിലുള്ളതുമായ നടപടികൾ കർമ്മരംഗത്ത് സ്വീകരിക്കുന്നത് നിങ്ങളുടെ സമൂഹത്തിലുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. വർഷത്തിൻ്റെ അവസാന ഭാഗം പ്രത്യേകിച്ചും നിർണായകമാണ്. കാരണം ഇതാണ് നിങ്ങളുടെ ജോലി, ബിസിനസ്, കർമ്മമേഖലയിലേക്കുള്ള പുരോഗതിയിലേക്ക് ഉള്ള എല്ലാ വാതിലുകളും തുറക്കുന്നത്. ചുരുക്കത്തിൽ ഈ വർഷം നിങ്ങളുടെ കരിയറിൽ മൊത്തത്തിലുള്ള സ്വാധീനം വളരെ വലുതായിരിക്കുമെന്നാണ് കാണുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തു തീരുമാനിക്കുവാനുള്ള കഴിവ് നല്ല ഫലങ്ങൾ പുതിയ ഊർജത്തോടെ ലഭിക്കുവാൻ കാരണമാകുന്നതിനാൽ ഈ വർഷം അപൂർവമായ സാമ്പത്തിക വിജയസാധ്യതകളാണ് അനുഭവയോഗ്യമാക്കി തരുന്നത്. തുടക്കത്തിൽ തുടർച്ചയായ കഠിനാധ്വാനം വിജയത്തിന് അത്യാവശ്യമാണ്. എങ്കിലും നിങ്ങൾ വർഷത്തിൻ്റെ മധ്യഭാഗത്തോടെ പുതിയ സംരംഭങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും അതുവഴി നിങ്ങളുടെ സാമ്പത്തിക കുടുംബ രംഗങ്ങളിലെ ഭാവി അഭിവൃദ്ധി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും അനുയോജ്യമായ സമയമാക്കി മാറ്റുന്നതിന് സാധിക്കുന്നു. അടുത്ത വർഷത്തേക്കുള്ള നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണം നിങ്ങൾ മുൻകൂട്ടി നടത്തുന്നു. കൂടാതെ പോയ വർഷങ്ങളിലെ കുടിശ്ശികയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിഹാരം കണ്ടെത്തുന്നതിനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കുന്നതായി തെളിയുന്നുണ്ട്. രേവതി നക്ഷത്ര ജാതർ ബുധ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നവഗ്രഹ ക്ഷേത്ര ദർശനവും പ്രത്യേകിച്ച് ശുക്രൻ, രാഹു, ചന്ദ്രൻ എന്നിവർക്ക് യഥാശക്തി വഴിപാടുകൾ. ബുധനാഴ്ചയും രേവതിയും ഒത്തുവരുന്ന ദിവസത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി തൃക്കൈവെണ്ണ നിവേദിക്കുന്നതും സമസ്ത ദോഷ തടസ്സങ്ങൾ മാറ്റുവാനും ദിവ്യാനുകൂല ഭാവം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സരാശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.